ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കാരണം ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാനായിട്ട്. പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണെന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു കോട്ടയംകാരിയാണ്, ഞാനൊരു പാലക്കാരിയാണ്. ഇന്നലെയൊക്കെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പോലും വെള്ളക്കെട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും പ്രത്യേകിച്ച് പാലാ നഗരത്തിലൊക്കെ പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ടാണ്. കടകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ബ്രില്ലിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ കടുത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണാനിടെ പലപ്പോഴും കോട്ടയം ജില്ലയിലെ ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെ മഴയും വെള്ളക്കെട്ടുമൊക്കെ നമ്മളൊക്കെ ആസ്വദിക്കാറുണ്ട്. പലപ്പോഴും വള്ളങ്ങളൊക്കെ ഇറക്കി അതൊരു ആഘോഷമായിട്ടാണ് എല്ലാ വർഷവും തുടരാറ്. പക്ഷേ അങ്ങോട്ട് പോകെ ഇത് സീരിയസ് ആയി മാറാറുണ്ട്. വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ കടുത്ത നാശനഷ്ടങ്ങളും ഉണ്ടാവാറുണ്ട് നമുക്ക് എല്ലാ വർഷവും. എന്താണെങ്കിലും കോട്ടയം ജില്ലയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? സറ, മഴ തുടരുകയാണ് കോട്ടയത്ത് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമൊക്കെ കോട്ടയത്തിന്റെ മലയോര മേഖലകളിലും ഈ നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ആകെ ആശ്വാസമായിട്ടുള്ളത് കിഴക്കൻ മേഖലകളിൽ വെള്ളത്തിന്റെ നിരക്ക് അപകട മുന്നറിയിപ്പ് നിലയിലേക്ക് ഇപ്പോൾ പാലയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതേസമയം തന്നെ ഈ നഗരത്തോട് ചേർന്നുള്ള കോടിമത, അതേപോലെ തന്നെ അതിനപ്പുറം നാഗമ്പടം, പേരൂര്, ഈ മേഖലയിലെല്ലാം തന്നെ അപകട നിലയിൽ തന്നെ വെള്ളം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ പാലയടക്കമുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി, അപകട നിലയ്ക്ക് താഴെ എത്തി എന്നുള്ളത് അങ്ങനെ മാറുമ്പോൾ പോലും ഈ മലയോര മേഖലകളിൽ ഈ തീക്കോയും വാഗമണിന്റെ പ്രദേശങ്ങളിലുള്ള മലനിരകളിലും എല്ലാം മഴയുണ്ട് എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് വീണ്ടും ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇതിനകം തന്നെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. 8,000-ലേക്ക്, ഇന്നലെ 6,000 പേരായിരുന്നു, അതിപ്പോൾ 8,000 എന്ന നിലയിലേക്ക് എത്തുകയാണ്. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇത്തവണ ഈ തീർച്ചയായി സാധാരണഗതിയിൽ 2-3 ദിവസം മഴ പെയ്യുക എന്നുള്ളത് ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഉരുൾപൊട്ടിയത് 1-ാം തീയതിയാണ്, ഇന്നിപ്പോൾ 5-ാം തീയതി ആയിരിക്കുന്നു. ഇപ്പോഴും മഴയ്ക്ക് വലിയ ശമനമില്ല. ഇടയ്ക്ക് പകൽ മഴ മാറി നിൽക്കുന്നു, വീണ്ടും കരുത്ത് പ്രാപിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് കോട്ടയത്തിന്റെ ഒരു അവസ്ഥ. സാധാരണ ഈ ഉരുൾപൊട്ടലാണ് കോട്ടയത്തിനൊരു വലിയ ദുരന്തമായി മാറാറുള്ളത്. അതിനപ്പുറത്തേക്ക് വെള്ളം കയറി ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദുരിതം. അത് ഇപ്പോഴും തുടരുന്നു. അത് എത്ര ദിവസം ഇനിയും നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്കയാണ്. ഇന്നും ഓറഞ്ച് അലർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ 7-ാം തീയതി വരെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെയും നമ്മൾ പലയിടത്തും പോകുമ്പോൾ കണ്ടത് എറഞ്ഞാലും പേരൂരും ഒക്കെ ആളുകൾ ഇപ്പോഴും വീടുകളിൽ കഴിയുന്നു. പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങിപ്പോകും, കാരണം പാലയിലെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചിരുന്നത്. പക്ഷേ ആ നിലയിൽ വളരെ വേഗത്തിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. കാരണം പിന്നെയും മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയെ നിലനിൽക്കുന്നു. ഇതൊരു ദുരിതമാണ് ഈ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതെങ്കിൽ മറ്റിടത്ത് ഈ കിഴക്കൻ മേഖലയിൽ, മലയോര മേഖലയിൽ ഒരു ദുരന്തം ഉണ്ടാകുമോ എന്നൊരു പേടി ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഈ കൂട്ടിക്കലും ഒക്കെ നമുക്കറിയാം, 2021-ലൊക്കെ വലിയ ദുരന്തം ഉണ്ടാകുന്നതാണ്. കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തുകളിലായി അന്ന് ഏതാണ്ട് 20 ആളുകൾ, 12ഓളം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലാകെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കൂട്ടിക്കൽ മേഖലയിൽ 1-ാം തീയതി ഒരു മലവെള്ള പാച്ചിൽ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് മണിമലയാർ കരഞ്ഞ് കവിയുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഒരല്പം ആശ്വാസമാണ് അവിടെയൊക്കെ. പക്ഷേ ഈ മീനച്ചിലാറിന്റെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ കായലിനോട് അടുക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ തുടരുക തന്നെയാണ്. സറ, ശരി. കോട്ടയം ജില്ലയിൽ നിന്നും ശ്രീജിത്താണ് നമ്മളോടൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.